ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. ഷെമി ബാസിന്റെ മറ്റൊരു കളർഫുൾ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കളർഫുൾ എപ്പിസോഡ് എന്ന് പറയാനുള്ള കാരണം, ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് ഒരു കളർഫുൾ വീഡിയോയുമായിട്ടാണ് വരുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ യുഎഇയിലെ കനത്ത ചൂടിന് വിരാമമിട്ട് വിന്ററിന്റെ വരവ് അറിയിച്ചുകൊണ്ട് മിക്ക പ്രദേശങ്ങളിലും മഴയെത്തി. എനിക്കും കിട്ടി ഒരു ചെറിയ മഴ. അപ്പോൾ എവിടെയെങ്കിലും ഒരു ഔട്ട്ഡോർ വിസിറ്റ് നടത്തിയാലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ദുബായ് മിറാക്കിൾ ഗാർഡൻ ഓപ്പണായ വിവരം ഓർമ്മയിൽ വന്നത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ വെച്ച് പിടിപ്പിച്ചു. ഇവിടേക്കുള്ള വരവിനായി ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അല്ലാതെ ഇവിടെയുള്ള കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം. ഒരാൾക്ക് 100 ദിർഹമാണ് ടിക്കറ്റ് പ്രൈസ്. യുഎഇ റെസിഡന്റ് വിസ ഉള്ളവർക്ക് ഒറിജിനൽ എമിറേറ്റ്സ് ഐഡി കാണിച്ചാൽ അത് 60 ദിർഹമായി കുറയും. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ് സന്ദർശന സമയം. ദുബായ് മിറാക്കിൾ ഗാർഡൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബായിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പൂന്തോട്ടമാണ്. 2013 വാലന്റൈൻസ് ദിനത്തിലാണ് ഈ ഫ്ലവർ ഗാർഡൻ ആരംഭിച്ചത്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയൊരു പൂന്തോട്ടമാണ്. ശൈത്യകാലത്തിന്റെ ആരംഭത്തിൽ ദുബായ് മിറാക്കിൾ ഗാർഡനിൽ ഗേറ്റുകൾ വീണ്ടും തുറക്കുന്നു. 150 ദശലക്ഷത്തിലധികം പൂക്കളും 250 ദശലക്ഷത്തിലധികം സസ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ 72,000 ചതുരശ്ര മീറ്റർ പറുദീസ ഇപ്പോൾ ഒരു ദശാബ്ദത്തിലേറെയായി ഈ പ്രദേശത്തെ ഏറ്റവും മനോഹരവും മധുരഗന്ധമുള്ളതുമായ സ്ഥലങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ദുബായ് ലാൻഡും ദുബായ് പ്രോപ്പർട്ടീസ് ഗ്രൂപ്പ് ഡെസ്റ്റിനേഷനും തമ്മിലുള്ള കരാർ പ്രകാരമാണ് ആദ്യത്തെ മിറാക്കിൾ ഗാർഡൻ പദ്ധതി എന്ന ആശയം രൂപപ്പെട്ടത്. ജോർദാനിയൻ വ്യവസായിയായ അബ്ദുൽ നാസർ റഹലിന്റെ നേതൃത്വത്തിലുള്ള അക്കാർ ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് അഗ്രികൾച്ചർ കമ്പനിയുമായിട്ടായിരുന്നു കരാർ. പദ്ധതിയുടെ ചിലവ് 40 മില്യൺ ദിർഹമായിരുന്നു. ദുബായ് മിറാക്കിൾ ഗാർഡൻ സാധാരണയായി എല്ലാ വർഷവും ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയാണ് പ്രവർത്തിക്കുന്നത്. മെയ് മുതൽ സെപ്റ്റംബർ വരെ ഉയർന്ന താപനില ആയതിനാൽ ഈ മാസങ്ങളിൽ ഇത് അടച്ചിരുന്നതുമാണ്. പ്രതിദിനം ശരാശരി 8 ലക്ഷത്തോളം ലിറ്റർ വെള്ളം ഉപയോഗിച്ച് ഡ്രിപ്പ് ഇറിഗേഷൻ രീതി വഴി സംസ്കരിച്ച മലിനജലം പുനരുപയോഗം ചെയ്താണ് പൂക്കൾ പരിപാലിക്കുന്നത്. ദുബായ് മുനിസിപ്പാലിറ്റി നഗരത്തിലെ ഗ്രേ വാട്ടർ വെള്ളം പിൻവലിച്ച് പൂന്തോട്ടത്തിലേക്ക് നേരിട്ട് അയക്കുന്നു. പൂന്തോട്ടത്തിൽ വെച്ച് വെള്ളം വീണ്ടും ഫിൽട്ടർ ചെയ്യുകയും പൂന്തോട്ടത്തിലെ ഉപയോഗത്തിനായി ഉയർന്ന നിലവാരമുള്ള വെള്ളമാക്കി മാറ്റുകയും ചെയ്യുന്നു. പൂന്തോട്ടം രാത്രി അടച്ചതിന് ശേഷം മാത്രമാണ് അവ നനയ്ക്കുന്നത്. ദുബായ് മിറാക്കിൾ ഗാർഡൻ 3 ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 2013 ഇത് ലോകത്തിലെ ഏറ്റവും വലിയ വെർട്ടിക്കൽ ഗാർഡൻ ആയി പ്രഖ്യാപിക്കപ്പെട്ടു. നിലവിൽ 5 ലക്ഷത്തിലധികം പുതിയ പൂക്കളിൽ ഒപ്പം ജീവനുള്ള സസ്യങ്ങളാൽ വ്യാപിച്ചു കിടക്കുന്ന എമിറേറ്റ്സിന്റെ എയർബസ് A380 മാതൃകക്ക് ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പഘടനയായി ഗിന്നസ് വേൾഡ് റെക്കോർഡ് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഹാർട്ട് ടണൽ അതിന്റെ റൊമാന്റിക് വശീകരണത്താൽ സന്ദർശകരെ ആകർഷിക്കുന്നു. പൂർണ്ണമായും ഹൃദയാകൃതിയിലുള്ള പുഷ്പങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ തുരങ്കം പൂന്തോട്ടത്തിന്റെ മനോഹാരിതയ്ക്കിടയിൽ പ്രണയാതുരമായ ഫോട്ടോ എടുക്കുവാനും വീഡിയോകൾ എടുക്കുവാനും ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ഒരു സങ്കേതമായി മാറുന്നു. ദുബായ് മിറാക്കിൾ ഗാർഡനിലെ ഫ്ലോറൽ വില്ലകൾ ആകർഷകവും വിചിത്രങ്ങളുമായ പ്രദർശനങ്ങളാണ്. അതിൽ പൂർണ്ണമായും പൂക്കളാൽ നിർമ്മിച്ച ചെറിയ ചെറിയ വീടുകൾ കാണാം. ഫ്ലോറൽ വില്ലകൾ കുടുംബങ്ങൾക്കും കുട്ടികൾക്കും ഒരു വലിയ ആകർഷണമാണ്. മാത്രമല്ല, പുഷ്പ സൗന്ദര്യത്താൽ ചുറ്റപ്പെട്ട ഒരു യക്ഷിക്കഥയുടെ ലോകത്തേക്ക് നമ്മൾ ചുവടുവെച്ചതായി അനുഭവപ്പെടും. ഇവിടുത്തെ മറ്റൊരു സവിശേഷമായ ആകർഷണമാണ് ഫ്ലോറൽ ക്ലോക്ക്. ഇത് പൂർണ്ണമായും പൂക്കളാൽ നിർമ്മിച്ച ഒരു ക്ലോക്ക് ആകുന്നു.
ദുബായ് മിറാക്കിൾ ഗാർഡനിലെ ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമാണ് ഹിൽ ടോപ്പ്. ഇത് സന്ദർശകർക്ക് മുഴുവൻ പൂന്തോട്ടത്തിന്റെയും അതിശയകരമായ കാഴ്ച നൽകുന്നു. ഇവിടെ മുകളിൽ ദുബായ് മിറാക്കിൾ ഗാർഡൻ അത്ഭുതങ്ങളുടെ താഴ്വര പോലെയാണ്. മുകളിൽ നിന്ന് ചിത്രങ്ങൾ എടുക്കാനും പൂന്തോട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാനും പറ്റിയ ഒരു സ്ഥലമാണിത്. ഈ ഉയർന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് സന്ദർശകർക്ക് അതിശയകരമായ പുഷ്പ പ്രദർശനങ്ങളുടെ ആശ്വാസകരമായ കാഴ്ചകൾ ആസ്വദിക്കുവാനും പൂന്തോട്ടത്തിന്റെ വിശാലതയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും കഴിയും. ദുബായ് മിറാക്കിൾ ഗാർഡനിൽ നമുക്ക് ധാരാളം രസകരവും വർണ്ണാഭവുമായ ഭാഗങ്ങൾ കാണാം. പൂന്തോട്ടത്തിലെ ഏറ്റവും രസകരവും ക്രിയാത്മകമായി രൂപകൽപ്പന ചെയ്തതുമായ ഇടങ്ങളിൽ ഒന്നാണ് അംബ്രല്ല പാസേജുകൾ. കുടകളുടെ കൂട്ടങ്ങളുടെ നിറങ്ങളുമായി പൊരുത്തപ്പെടുന്ന തരത്തിൽ ആണ് അവിടുത്തെ പൂക്കളുടെ ക്രമീകരണങ്ങളും. സീലിംഗിന്റെ ഭാഗങ്ങൾക്കിടയിൽ പച്ചച്ചെടികൾ തൂക്കിയിടുന്നത് മഴക്കാടുകളുടെ പ്രകമ്പനം വളർത്തുന്നു. ഈ ഭാഗങ്ങൾ നടക്കാൻ മാത്രമുള്ളതല്ല, വിവിധ കിയോസ്കുകളിൽ നിന്നും ഭക്ഷണം ആസ്വദിക്കാനും ഒരു കാപ്പി കുടിക്കാനും പുഷ്പങ്ങളുടെ സുഗന്ധം ശ്വസിക്കാനും അല്ലെങ്കിൽ നടത്തത്തിൽ നിന്നും ഒരു ചെറിയ ഇടവേള വിശ്രമിക്കാനുള്ള കസേരകളും മേശകളും അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് ഇവിടെ. ഇവിടുത്തെ സിറ്റിംഗ് ഏരിയ സുഖകരവും സൗകര്യപ്രദവുമായ ഒരു ഇടമാണ്. ഇവിടെ സന്ദർശകർക്ക് നടത്തത്തിൽ നിന്നും ഇടവേള എടുക്കുവാനും പൂന്തോട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കുവാനും കഴിയും. സിറ്റിംഗ് ഏരിയ വിശ്രമിക്കുവാനും അതിശയകരമായ പുഷ്പ പ്രദർശനങ്ങൾ ആസ്വദിക്കാനും അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണ്. ദുബായ് മിറാക്കിൾ ഗാർഡനിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ആകർഷണമാണ് ഫ്ലോറ കാസിൽ. പൂർണ്ണമായും പൂക്കളാൽ നിർമ്മിച്ച ഈ കോട്ട സന്ദർശകരെ വിസ്മയിപ്പിക്കുന്ന മനോഹരമായ പുഷ്പ പ്രദർശനത്തിന്റെ സവിശേഷതയാണ്. സന്ദർശകർക്ക് തടാകത്തിന് ചുറ്റും വിശ്രമിക്കുകയും ചുറ്റുമുള്ള സസ്യജാലങ്ങളുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും ചെയ്യാം. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം സൂര്യകാന്തി പൂക്കളാണ്. പൂന്തോട്ടത്തിലെ ഈ ഗംഭീരമായ പൂക്കൾ ദുബായിലെ എക്കാലവും സൂര്യപ്രകാശമുള്ള ദിവസങ്ങളിൽ ശോഭയോടെ തിളങ്ങുകയും പ്രകാശിക്കുകയും ചെയ്യുന്നു. മിറാക്കിൾ ഗാർഡനിലെ സന്ദർശകരെ നേരിട്ട് ആകർഷിക്കുന്ന ഒന്നാണ് അവരുടെ വളരെ ഊർജ്ജസ്വലമായ മഞ്ഞ നിറം. മിറാക്കിൾ ഗാർഡനിൽ സൂര്യകാന്തി പൂക്കളേക്കാൾ വലിയൊരു പൂവില്ല, കാരണം പൂന്തോട്ടത്തിലെ ഏറ്റവും ഉയരമുള്ളതും വലുതുമായ പൂക്കൾ അവയാണ്. സമയം 6 മണി കഴിഞ്ഞു. ഇപ്പോൾ പകലിന്റെ ദൈർഘ്യം കുറവായതിനാൽ ഇരുട്ടായി തുടങ്ങിയിരിക്കുന്നു. ഇനി ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന സുന്ദരിയായ ഒരു മിറാക്കിൾ ഗാർഡനെയാണ് നാം ഇനി കാണുക. ടെഡ്ഡി ബെയർ ഡിസ്പ്ലേ സന്ദർശിക്കാതെ ദുബായ് മിറാക്കിൾ ഗാർഡനിലെ ആകർഷണങ്ങൾ പൂർത്തിയാകില്ല. പൂർണ്ണമായും പൂക്കളാൽ നിർമ്മിച്ച ഭീമാകാരമായ ടെഡ്ഡി ബെയറുകൾ ഉൾക്കൊള്ളുന്ന ഈ ആകർഷണം ആരാധകരുടെ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഇപ്പോൾ ഗാർഡന്റെ ഗംഭീരമായ 10ാം വർഷത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത പൂന്തോട്ടം കുട്ടികൾക്കായി അവർ തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു പുതിയ ആകർഷണം കൊണ്ടുവന്നിരിക്കുന്നു. പ്രിയപ്പെട്ട നീലജീവികളുടെ ലോകം മനോഹരമായ ലാൻഡ്സ്കേപ്പ് ക്രമീകരണങ്ങളോട് പ്രദർശിപ്പിച്ചിരിക്കുന്ന സ്മർഫ് വില്ലേജ്. ബെൽജിയൻ കോമിക്സ്, പ്രശസ്തമായ സിനിമ, ടെലിവിഷൻ ഫ്രാഞ്ചൈസി എന്നിവയെ അടിസ്ഥാനമാക്കി സ്വന്തം ഗ്രാമത്തിലെ കൂൺ ആകൃതിയിലുള്ള വീടുകളുടെ സമൂഹത്തിൽ താമസിക്കുന്ന ചെറിയ നീലജീവികളാണ് സ്മർഫുകൾ. പ്രിയപ്പെട്ട നീലജീവികളുടെ ഒരു ഗ്രാമത്തിൽ പ്രവേശിക്കുമ്പോൾ അതിഥികളെ സ്മർഫുകളുടെ ലോകത്തേക്ക് കൊണ്ടുപോകും. വൈകുന്നേരമാകുമ്പോൾ സന്ദർശകർക്ക് ചില സർപ്രൈസ് കഥാപാത്രങ്ങളും ഗംഭീര ഷോകളും ഇവിടെ കാണാം. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പൂന്തോട്ടമായ ദുബായ് മിറാക്കിൾ ഗാർഡൻ അത്യാധുനിക സേവനങ്ങളും ഓപ്പൺ പാർക്കിംഗ്, VIP പാർക്കിംഗ്, സിറ്റിംഗ് ഏരിയകൾ, പ്രയർ റൂമുകൾ, ടോയ്ലറ്റ്, വുദു സൗകര്യം, സെക്യൂരിറ്റി റൂം, ഫസ്റ്റ് എയ്ഡ് റൂം, വികലാംഗരായ സന്ദർശകർക്കുള്ള വീൽ ചെയറുകൾ, റീറ്റെയിൽ, കൊമേഴ്ഷ്യൽ കിയോസ്ക് എന്നിവയും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും പ്രദാനം ചെയ്യുന്നു. ദുബായ് മിറാക്കിൾ ഗാർഡനിലെ സവിശേഷമായ ജമന്തി, പെറ്റൂണിയ, റോസാപ്പൂക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന സസ്യ ഇനങ്ങളെ ഉദ്യാനം പ്രദർശിപ്പിച്ചിരിക്കുന്നു. നിങ്ങളൊരു പ്രകൃതി
സ്നേഹിയാണെങ്കിൽ, നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും ശാന്തമായ ഒരു എസ്കേപ്പ് തേടുകയാണെങ്കിൽ, ദുബായ് മിറാക്കിൾ ഗാർഡൻ ശാന്തവും കാഴ്ചയിൽ അതിശയിപ്പിക്കുന്നതുമായ ഒരു മാസ്മരിക അനുഭവം പ്രദാനം ചെയ്യുന്നു. ദുബായിലെ മരുഭൂമിയിലെ മരുപ്പച്ചയുടെ ഹൃദയഭാഗത്ത് പൂക്കളുടെ മാസ്മരികതയിൽ മുഴുകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ദുബായ് മിറാക്കിൾ ഗാർഡൻ. 4 ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുള്ള ദുബായ് മിറാക്കിൾ ഗാർഡനിലെ കാഴ്ചകളും വിവരണങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത്തരം രസകരവും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.